എന്നറിഞ്ഞ ഗുരുക്കന്മാര്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു സാത്വിക നക്ഷത്രമായ ചതയ നക്ഷത്രത്തിന്റെ ഗുണവിശേഷങ്ങളാണ്. 2024 മെയ് 1 ശേഷം വ്യാഴമാറ്റം ഇവരെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു, എങ്ങനെയെല്ലാം അനുകൂലിക്കുന്നു, എങ്ങനെയെല്ലാം നന്നാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ചതയം എന്ന് പറയുന്നത് ഒരു ദൈവിക നക്ഷത്രം പോലെ എല്ലാവരും കരുതുന്നു. പല നല്ല ആൾക്കാരും ജനിച്ചിരിക്കുന്നത് ചതയ നക്ഷത്രത്തിലാണ്. അവർ കുംഭക്കൂർ എന്ന് പറയും. കുംഭക്കൂറിന്റെ കൂടെ ഇപ്പം ശനിയും കൂടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ജന്മശനി കൂടെ നിൽക്കുന്നു. എന്നാൽ വ്യാഴൻ 4-ാം ഇടത്ത്, 4-ാം ഭാവം വരുമ്പം സുഖസ്ഥാനമാണ്. അവിടെ വാഹനം വാങ്ങിക്കാനുള്ള യോഗം, കുടുംബസുഖം ഉണ്ടാക്കാനുള്ള ഭാഗ്യം, സന്താനങ്ങൾക്ക് ഐശ്വര്യം, ഗൃഹനിർമ്മാണം, പുതിയ ഭൂമി വാങ്ങാനുള്ള യോഗം, വിദേശത്തും സ്വദേശത്തും സഞ്ചരിക്കുന്നവർക്ക് അവിടെ ജോലി, ശമ്പളത്തിൽ വർധന, സ്ത്രീകൾക്കാണെങ്കിൽ സാങ്കേതിക വിദ്യ, അതായത് മെഡിക്കൽ ബന്ധമുള്ള വിദ്യാഭ്യാസങ്ങളിൽ ബിരുദം ലഭിക്കുവാനും അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് സാമാന്യമായ ടെക്നിക്കൽ തൊഴിൽ ലഭിക്കുവാനും, നഴ്സിംഗ്, ഫാർമസി ഇങ്ങനെയുള്ള ഇവർക്ക് സാമാന്യ രീതിയിലുള്ള തൊഴിൽ ലഭിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ വ്യാഴമാറ്റത്തോടുകൂടി അനുഭവയോഗമാകുന്നു. വ്യാഴമാറ്റത്തെ, ചതയ നക്ഷത്രത്തെ വ്യാഴമാറ്റത്തെ നമുക്ക് 3 സെക്ഷനായി തിരിക്കാം. ആദ്യത്തെ 24 വയസ്സ് വരെ ഏതാണ്ട് വ്യാഴദശ നിൽക്കും. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് വ്യാഴം മാറുമ്പോൾ പഠന പൂർത്തീകരണവും ഉദ്യോഗവും സ്വായത്തമാകും. ഒപ്പം വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് 7-ാം ഇടം, അതായത് വിവാഹസ്ഥാനത്തിന് വലിയ ദോഷമില്ലെങ്കിൽ 22-23 വയസ്സിൽ അവർക്ക് ഉദ്യോഗവും ജോലിയും ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു. അതേസമയത്ത് 25 മുതൽ 19 കൊല്ലം ശനി, അത് ഏതാണ്ട് 44 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ അവർക്ക് ശനിദശ അനുഭവിക്കുന്നവർക്കും ഈ വ്യാഴന്റെ ബലം അവർക്ക് ശനിയുടെ ദോഷങ്ങളൊന്നും വരുത്തുകയില്ല. കുടുംബനാഥന്മാർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പഠന പൂർത്തീകരണവും IT മേഖലകളിൽ ഉള്ള സാങ്കേതിക വിദഗ്ധർക്ക് ഉദ്യോഗ ഉന്നതിയും പുതിയ സാങ്കേതിക ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യവും ഇവർക്ക് അനുകൂലമായി വരുന്നുണ്ട്. വ്യാഴൻ ഇവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ബന്ധത്തിന് 27-ന് ശേഷം വിവാഹ ബന്ധത്തിന് വൃക്ഷമാകട്ടെ, ഒപ്പം ഗ്രഹയോഗത്തിനും സന്താന യോഗത്തിനും കുടുംബ അംഗങ്ങളെ നോക്കുവാനുള്ള പ്രാപ്തി, കഴിവ്, ശക്തി, കുടുംബ സ്നേഹം, അപ്പൂപ്പൻ അമ്മമ്മ ഇവരെ പരിലാളിക്കാനുള്ള അവസരങ്ങൾ, ചിലർക്ക് വിദേശവാസ യോഗവും ഫലമാകുന്നു. ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റവും അതിനോടൊപ്പം തന്നെ വേതന കൂടുതൽ ലഭിക്കുകയും അല്പം പ്രമോഷനും സാധ്യത കാണപ്പെടുന്നു. ഇവര് പൊതുവെ ഈ ദശ, ഇവർക്ക് ശനിദശ ചതയ നക്ഷത്ര ജാതകർക്ക് വലിയ ദോഷമില്ല. കാരണം കുംഭ രാശി ആയതുകൊണ്ടും ശനിയുടെ സ്വക്ഷേത്ര ബലവാനായതുകൊണ്ടുമാണ്. ഇപ്പോൾ ഇവർക്ക് ഇറങ്ങുന്ന ഏത് കാര്യങ്ങൾക്കും ശനിയും അവിടെ നിൽക്കുന്ന ചന്ദ്രനും കൂടെ ബന്ധപ്പെട്ടതുകൊണ്ട് അല്പം മ്ലാനത, മടി, ഓർമ്മക്കുറവ്, ഇന്നെന്നുള്ള നാളെ ആക്കുക, ഇതൊക്കെ അവർ സാധാരണ പ്രകടിപ്പിക്കും. അതിൽ കാര്യമില്ല. അവരുടെ കുടുംബജീവിതവും നന്നായിരിക്കും. അത് കഴിഞ്ഞാൽ 45 വയസ്സിന് ശേഷമുള്ളവർക്ക് വേറെ ഒരു വിശേഷ ഗുണങ്ങളുണ്ട്. 45 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കാര്യം പറയാം. 45 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് 45, 50, 55 ഈ കാലങ്ങളിൽ സന്താനങ്ങൾക്ക് ഐശ്വര്യങ്ങളും അവർക്ക് വേണ്ടി സമ്പാദ്യ ഗുണങ്ങളും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഗൃഹം നിർമ്മിക്കാനോ വിവാഹം സംബന്ധിച്ചോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധിച്ചോ ഉള്ള നേട്ടങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി ചില ചിലവുകൾ
വരുത്തുകയും അവരെ പഠിത്തത്തിന് വേണ്ടി പൂർണ്ണ പുഷ്ടി കൊടുക്കുകയും ചെയ്യും. പൊതുവെ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാന്തി വരും. 4-ാം ഭാവം സുഖസ്ഥാനമാണ്. ചികിത്സ ചെയ്യുന്നവര് വാതരോഗം, പിത്തരോഗം, കഫരോഗം ഇങ്ങനെയൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ചെറിയ ചെറിയ മരുന്നുകൾ കൊണ്ട് അവ മാറ്റുവാൻ സാധിക്കുന്നതാണ്. ചതയ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇവർ സത്യസന്ധന്മാരും സാത്വികരും കുടുംബസ്നേഹികളും ബന്ധുജന സ്നേഹികളും ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാം ദൈവത്തിനെ സങ്കല്പിച്ച് ദൈവവചനം പോലെ ഏത് കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യമായാലും സ്വന്തമായി എടുക്കുന്ന കാര്യങ്ങളും പൂർത്തീകരിക്കുകയും അല്പാൽപ്പം മന്ദത കാണിക്കുമെങ്കിലും അത് പറഞ്ഞ വാക്കുകൾ പാലിക്കുകയും ചെയ്യും. ഇത് കലാകാരന്മാർക്കാണെങ്കിൽ രചനകളിൽ മുഴുകിയിരിക്കുകയും സെപ്റ്റംബർ ഒക്ടോബർ കഴിഞ്ഞാൽ അവരുടെ രചനകൾ പൂർണ്ണമായി കൊണ്ടുപോകുവാനും അതിൽ സമ്മാനങ്ങളോ തത്തുല്യമായ യോഗങ്ങളോ കിട്ടും. അതുപോലെ നൃത്തം, കല, ചെണ്ടകൊട്ട്, മദ്ദളം ഇങ്ങനെയുള്ള കലാകാരന്മാർക്കും പല രീതിയിലുള്ള അവസരങ്ങളും അവസരത്തിനൊത്തുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. അഭിനയ കലകളിൽ വിവരിക്കുന്നവർക്ക് അഭിനയത്തിൽ നിന്നുള്ള നേട്ടങ്ങളും ചില അംഗീകാരങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ അധ്യാപകർ, ഡോക്ടർ, നിയമപാലകർ ഇവർക്കെല്ലാം സാമ്പത്തിക നേട്ടങ്ങൾ ഉടലെടുക്കും. അതുപോലെ സാമാന്യ കർഷകർക്കും സാമാന്യമായ തൊഴിൽ ചെയ്യുന്നവർക്കും പിന്നെ ഈ യാത്ര നടത്തി തൊഴിൽ ചെയ്യുന്നവർക്കും എല്ലാം അനുകൂലമായ ഒരു കാലഘട്ടമാകും. എങ്ങനെ പോയിരുന്നാലും സാമാന്യം കഴിവുള്ളവർ ചെറിയ വാഹനങ്ങളും കൂടെ എടുക്കുവാൻ ഈ കാലഘട്ടം വളരെ അനുകൂലമായി കാണപ്പെടുന്നു. ജന്മശനി ഒരു കൊല്ലം കൂടെ ഉണ്ട്. എങ്കിലും വ്യാഴന്റെ ബലം ഇവരെ മറ്റു ദോഷങ്ങളിൽ നിന്നെല്ലാം ഒരു മുക്തി നേടും. ഇവർ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കുടുംബ അലച്ചിലുകളും അരിഷ്ടതകളും സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചു. ജൂണിന് ശേഷം ഇവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം മാറുകയും ഇവർ പ്രത്യേകിച്ച് ഒരു മാനസിക ശാരീരിക ഐശ്വര്യവും മുഖ ഐശ്വര്യവും ഏതും ചെയ്യാനുള്ള ഒരു ധൈര്യവും പഴയ കാലത്തിനെ അപേക്ഷിച്ച് ലഭിക്കുന്നതാണ്. ഇവർ ജനിക്കുന്നത് സർപ്പദശയിലാണ്. പിന്നീട് വ്യാഴദശ, അത് കഴിഞ്ഞാൽ ശനിദശ. ശനിദശ കാലത്ത് പൂജാകർമ്മങ്ങൾ ധാരാളം നടത്തേണ്ടി വരും. ശാസ്താവിന് നീരാഞ്ജനവും ഹനുമാന് വടമാലയും ശിവക്ഷേത്ര ദർശനവും ദേവീക്ഷേത്ര ദർശനവും ഇവർക്ക് ആവശ്യമായി വരും. അത് കഴിഞ്ഞാൽ ബുധദശ. ബുധദശ മുതൽ ഇവർക്കും കാരണവന്മാർക്കും കുടുംബാംഗങ്ങൾക്കും വളരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ കേതുദശ. സ്ഥാനം മാറി ചിലപ്പോൾ തൊഴിലോ ഉദ്യോഗമോ എല്ലാം ലഭിക്കും. അത് കഴിഞ്ഞാൽ ശുക്രദശ കാലം. ശുക്രദശ കാലത്ത് ഇവർക്ക് സ്വന്തമായി പല തൊഴിലുകൾ ചെയ്യുകയും അതിൽ നിന്ന് സാമ്പത്തികമായി നേട്ടങ്ങളും ഒപ്പം മാനസിക നേട്ടങ്ങളും തൊഴിലാളികളെ വച്ച് തൊഴിലുകൾ ചെയ്യാനുള്ള ഭാഗ്യവും സാമാന്യം ഉള്ളവർക്ക് സാധിക്കും. അതിൽ സാധിക്കില്ലാത്തവർക്ക് തൊഴിലാളികൾക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ പല രീതിയിൽ വന്നു ചേരും. പൊതുവെ ഇവർ വിഷ്ണുവിന് പാൽപായസവും മുടങ്ങാതെ നൽകുകയും മണ്ണാർശാല, വെട്ടിക്കോട്, പാമ്പമേക്കാവ്, അനന്തങ്ങാട്, ആമേട, നാഗർകോവിൽ എന്നീ പുണ്യ നാഗർക്ഷേത്രങ്ങളിൽ പോയി നൂറുംപാലും സർപ്പത്തിന് അഭിഷേകങ്ങളും നൽകണം. എന്തെന്നാൽ ഇവർ സർപ്പദശയിലാണ് ജനിക്കുന്നത്.
അതുകൊണ്ട് സർപ്പാനുഗ്രഹം ഇവർ എത്രത്തോളം നേടിയാൽ അവർക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ സാത്വിക നക്ഷത്രമായ ചതയ നക്ഷത്ര ജാതകർക്ക് മേൽക്കുമേൽ ഐശ്വര്യവും മേന്മയും ബുദ്ധിശക്തിയും ഭാഗ്യ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു. ഞാൻ മലയൻകീഴ് പുരുഷോത്തമൻ നിങ്ങൾക്കെല്ലാം നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു.